ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ 5 പ്രതികൾക്കും തിരിച്ചടി. ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷാഹിൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ആഷിഖ് റഹ്മാൻ ചേരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ആഷിഖ്, എന്തായാലും പ്രതീക്ഷിച്ചതാണ്, ഇത്തരത്തിൽ ഗുരുതരമായ കുറ്റം ആണ് വന്നത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ജാമ്യാപേക്ഷ തള്ളുകയാണ്. രുചിച്ച് ആദ്യഘട്ടത്തിൽ പിടിയിലായ 5 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് തള്ളിയിട്ടുള്ളത്. അതിൽ നിതിൻ രാജ്, മനോജ്, ജീവൻ, ഷിർജിത്ത്, ഷാഹിൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയിട്ടുള്ളത്. ഇവരെ ആദ്യഘട്ടത്തിൽ ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ആദ്യഘട്ടത്തിൽ പോലീസ് പിടികൂടിയത് ഈ 5 പേരെയായിരുന്നു. ഈ 5 പേരാണ് ഇന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എന്ന ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പക്ഷേ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുറ്റം വളരെ ഗുരുതരമാണെന്ന് കണ്ടെത്തി തന്നെയാണ് കോടതി ഇത്തരത്തിൽ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. 25 പേരെയാണ് നിലവിൽ പോലീസ് ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ആണ് ഈ 5 പേരെ പിടികൂടിയിട്ടുള്ളത്. ഈ 5 പേരായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പക്ഷേ ഇത്തരത്തിൽ ഗുരുതരമായ കുറ്റമാണ് ചെയ്തതെന്ന് കണ്ടെത്തി തന്നെയാണ് ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. മറ്റ് 20 പേർ കൂടിയുണ്ട്. അങ്ങനെ ആകെ 25 പേരാണ്. അതിൽ 5 പേരാണ് ഇന്ന് ജാമ്യാപേക്ഷമായി പോയത്. അവരുടെ ജാമ്യാപേക്ഷ ഇന്ന് തള്ളിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കേസ് വളരെ ഗുരുതരമാണെന്ന് തന്നെയാണ് കോടതിയും കണ്ടെത്തിയത്. കാരണം അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു നേതാവിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മനഃപൂർവ്വം ആക്രമണം നടത്തിയെന്നുള്ള വകുപ്പ് കാര്യമടക്കമാണ് കോടതി നിരീക്ഷിക്കുന്നത്. അത്തരത്തിൽ മനഃപൂർവ്വം പദ്ധതി ഇട്ട് തന്നെ ഇത്തരത്തിൽ ആക്രമിച്ചു എന്നടക്കം കോടതി നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും CPM പ്രവർത്തകരാണ് 5 പേരും. ഈ 5 പേരെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സംഭവം ഉണ്ടായി ഉടനെ തന്നെ പോലീസ് ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നത്. അവരുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ പോലീസ് കോടതി തള്ളിയിരിക്കുന്നത്. ഇനി മറ്റുള്ള പ്രതികൾ കൂടിയുണ്ട്. അവരെയും പ്രാഥമികമായ ഇതിന് ശേഷം ഇപ്പോൾ റിമാൻഡിലുള്ള ആളുകളെ കൂടി ഇത്തരത്തിൽ ജാമ്യാപേക്ഷ നൽകേണ്ടതുണ്ട്. അതിലേറെ ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണവും നടത്തേണ്ടതുണ്ട്. ഋഷി, തീർച്ചയായും പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസിന് വലിയ വീഴ്ച വന്നിരുന്നു. കാരണം തുടക്കത്തിൽ തന്നെ ഈ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ തന്നെ പോലീസ് വലിയ വീഴ്ച വരുത്തിയിരുന്നു. ഇത്തരത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർ പോകുമ്പോൾ തന്നെ കൃത്യമായ സുരക്ഷ ഒരുക്കിയിരുന്നില്ല. വളരെ കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ ആൾക്കൂട്ടം അവിടെ കൂടി നിന്നപ്പോൾ പോലും ആവശ്യത്തിന് പോലീസുകാരില്ല എന്ന് നമുക്ക് ദർശനത്തിൽ തന്നെ വ്യക്തമായിരുന്നു. പിന്നീട് ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും ഈ വാഹനത്തിന് സംരക്ഷണം ഒരുക്കാനും പോലീസിന് കഴിഞ്ഞില്ല. തുടർന്ന് പ്രവർത്തകർ പരസ്യമായി തന്നെ ഇഷ്ടികയടക്കം വലിച്ചെറിഞ്ഞുകൊണ്ട് ഗ്ലാസ്സിൽ തകർക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയൊരു വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ പോലീസും സ്ഥിരീകരിച്ചതാണ്. എന്തായാലും അക്കാര്യത്തിലുള്ള നടപടി കൂടി പോലീസിന്റെ ഈ കാര്യത്തിൽ പുരോഗമിക്കും. എന്തായാലും ആ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ പ്രതികളെ പിടികൂടുന്നതിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിരുന്നു. കാരണം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ച പ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല. പിന്നീട് CPMന്റെ നേതാക്കളുമായി സംസാരിച്ച ശേഷമാണ് കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നീടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെയുള്ള അറസ്റ്റിലൂടെ 25ഓളം പ്രവർത്തകരിലേക്ക് എത്തിയത്. എന്തായാലും നിലവിൽ 5 പേരാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. 5 പേരുടെയും ജാമ്യാപേക്ഷ നിലവിൽ കോടതി തള്ളിയിട്ടുണ്ട്. രജിഷ.